റെനോൾഡ് പൾസ് കിലോമീറ്റർ വന്നിട്ട് 70,000 കിലോമീറ്റർ. RX Z ആണ്, ടോപ്പ് എൻഡ് ആണ്, പുഷാട്ട് ബട്ടണെല്ലാം വരുന്നതാണ്. കിലോമീറ്റർ വന്നിട്ട് 70,000 കിലോമീറ്റർ. ഇത് 2021 ബ്രസ VXA പ്ലസ് ആണ്. സെക്കൻഡ് ഓണറാണ്. 40,000 കിലോമീറ്റർ, കമ്പനി സർവീസ്. ഇത് 2019 സ്വിഫ്റ്റ് VXI കിലോമീറ്റർ വന്നിട്ട് 38,000 കിലോമീറ്റർ, കമ്പനി സർവീസ്. അത് കറക്റ്റ് ജെന്യുവൻ സർവീസുള്ള വണ്ടിയാണത്. അതായത് 2015 സിയാസ് ZDI പ്ലസ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്, 1,19,000 കിലോമീറ്റർ. ഇത് 2017 വാഗണർ VXI സിംഗിൾ ഓണർ, 58,000 കിലോമീറ്റർ. ഹായ് ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ തോട്ടക്കാട്ട് പാലം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിൽക്കുന്ന TVM യൂസ്ഡ് കാസ്, TVM കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചെറുതും വലുതുമായ വണ്ടികൾ കിടപ്പുണ്ട്. അതായത് MG ഹെക്ടർ, ഇന്നോവ ക്രെസ്റ്റ വരെ കിടക്കുന്ന ഷോപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് സാധാരണക്കാർക്ക് ഇല്ലയെന്ന് വിചാരിക്കേണ്ട. ഒരു 1,00,000 സംതിങ്ങിനകത്തൊക്കെ തുടങ്ങുന്ന ടൈപ്പ് വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ വീഡിയോ കാണാം. കാരണം അത്തരത്തിലുള്ള വണ്ടികളും കിടപ്പുണ്ട്. എന്നാൽ ഒരു ഫാമിലി യൂസ്ഡ് കാർ, ഇച്ചിരി ക്വാളിറ്റി വേണമെന്ന, ഒരുപാട് പൈസ വരുന്നൊക്കെ ആഗ്രഹിക്കുന്ന 3.5-4 ലക്ഷം രൂപയ്ക്കകത്ത് വരുന്ന ടൈപ്പ് ആൾക്കാർക്കും ഈ വീഡിയോ കാണാം. കാരണം അത്തരത്തിലുള്ള വണ്ടികളും കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് ആൾക്കാർക്കും കാണാമെന്നുള്ളതെന്ന് നല്ല വണ്ടികൾ കിടക്കുന്ന നല്ലൊരു ഷോപ്പാണ്. ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടിക്ക് പകരം വേറൊരു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയെടുക്കാനുള്ള വണ്ടികളുണ്ടെന്നാണ് സാരം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെന്ന് സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളും ക്വാളിറ്റിയൊക്കെ എങ്ങനെ നോക്കിയിട്ട് വരാം. ഇത് 2012 i10 ഓട്ടോമാറ്റിക്, സെക്കൻഡ് ഓണർ, സ്പോർട്സാണ്. കിലോമീറ്റർ 58,000 കിലോമീറ്റർ, CVT എഞ്ചിനാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. വണ്ടി കൊള്ളാം, നല്ല വണ്ടി. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സ്പോർട്സാണ്. ഈ കിലോമീറ്റർ ജെന്യുവനാണോ? ജെന്യുവൻ കിലോമീറ്ററാണ്. ടയർ 4 പുതിയതാണ്. സെക്കൻഡ് ഓണർ. ഇന്ത്യയിലെല്ലാം അത്ര അത്യാവശ്യം വൃത്തിയുണ്ട്. സീറ്റ് കവറെല്ലാം ഇപ്പോൾ പുതിയ ചെയ്തതാണ്. ടയേഴ്സും കൊള്ളാം അല്ലേ? ടയർ 4 പുതിയ ടയറാണ്. എത്ര ചോദ്യം? ഇത് 2.75. എന്തെങ്കിലും കുറയോ? നെഗോഷ്യബിളാണ്. ചെറിയ വിലയുടെ ചെറിയ വ്യത്യാസമൊക്കെ വരും. വണ്ടി നല്ല വണ്ടിയത്. CVT ആണ്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി അത്. ഓക്കെ. ഇത് കമ്പനി സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്? കമ്പനി സർവീസ്. റെനോൾഡ് പൾസ് കിലോമീറ്റർ വന്നിട്ട് 70,000 കിലോമീറ്റർ. RX Z ആണ്, ടോപ്പ് എൻഡ് ആണ്, പുഷാട്ട് ബട്ടണെല്ലാം വരുന്നതാണ്. കിലോമീറ്റർ വന്നിട്ട് 70,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. ഡീസൽ അല്ലേ? പെട്രോളാണ്. ടോപ്പ് വേരിയൻ്റ് ആണ്. പുഷാട്ട് ബട്ടൺ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. 70,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. വണ്ടി വൃത്തിയുണ്ട്, നല്ല വണ്ടി അത്. പെട്രോളാണ്. പെട്രോളാണ്. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് 15-16 മൈലേജേ ഉള്ളൂ. ടയർ കൊള്ളാം, ടയറെല്ലാം നല്ല ടയറാണ്. എത്ര ചോദ്യം? ഇത് വില 1.85. നെഗോഷ്യബിളാണ്. ചെറിയ വ്യത്യാസമൊക്കെ നമ്മൾ നോക്കാം, ചെറിയ വിലയുടെയൊക്കെ നോക്കാം. 2012 സിംഗിൾ ഓണറാണത്, ഒറ്റ ഓണറാണ്. കിലോമീറ്റർ വന്നിട്ട് 71,000 കിലോമീറ്റർ. ഫ്രണ്ട് 2 പുതിയ ടയർ ഇപ്പം മാറിയതേ ഉള്ളൂ. ബാക്ക് ആവറേജ്, സീറ്റ് കവറെല്ലാം ഇപ്പോൾ പുതിയ ചെയ്തതാണ്. 2027 വരെ പേപ്പറുണ്ട്. 27 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത്, സീറ്റ് കവറിലൊക്കെ ചെയ്തതാണ്. റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ. എത്ര എണ്ണ ചോദിക്കുന്നത്? 1.45. വണ്ടി കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ 12 LXI ആണത്. ഫ്രണ്ട് ടയർ നല്ല ടയർ, പുതിയ ടയറാണ് ഫ്രണ്ട് കിടക്കുന്നത്. ബാക്ക് നല്ല ടയറാണ് കിടക്കുന്നത്. ഇവിടെ മാത്രം ചെറിയൊരു പൊട്ടൽ പോലുള്ളൊരിതുണ്ട്, അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. ഓവറോൾ വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. 1.45. 1.45. ഇത് 2011 ബീറ്റ് പെട്രോൾ LS, 11 ഡിസംബർ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. 76,000 കിലോമീറ്റർ. പെട്രോളാണേ. പെട്രോൾ കൊള്ളാം. പെട്രോൾ ആകുമ്പോൾ മൈലേജ് ഒരു 15 കാണോ? കഷ്ടിച്ചൊരു 15. ഡീസൽ വണ്ടിയുടെ അത്ര പണിയൊന്നും വരത്തില്ല, പെട്രോൾ ആയതുകൊണ്ടേ. സിംഗിൾ ഓണറാണ്, ഒറ്റ ഓണറാണ് വണ്ടി. ഇത് 76,000 കിലോമീറ്റർ. 4 ടയറും പുതിയതാണ്. ബാക്ക് നോക്കിയാലൊക്കെ വൃത്തിയായിട്ടാണ് ഇരിപ്പുണ്ട്. ടയറെല്ലാം പുതിയതാണ്. 4 ടയറും പുതിയതാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 90 രൂപ. 90 ആണ്. ഇതിനകത്തെ 2011 ഡിസംബർ വണ്ടി. ഡിസംബർ ലാസ്റ്റ് ആണ്. ഡിസംബർ 26. സ്പീഡോ കിലോമീറ്ററിന്റെ ഒരു സംഭവം ഇളക്കി വെച്ചേക്കുന്നത് ഈ വണ്ടിയുടെയാണോ? ഈ വണ്ടിയുടെയാണ് അത് ഇളക്കിയത്. മാറാൻ അതിനകത്ത് തെളിച്ചമില്ല. അതിനകത്ത് സംഭവം മീറ്റർ കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുകയാണ്, തെളിച്ചമില്ല. അപ്പോൾ അത് മാറാനായിട്ട് വാങ്ങിച്ചു വെച്ചാണ്. അത് മാറിയില്ല. കസ്റ്റമർ അത് കൺവിൻസ് ചെയ്തിട്ടേ കിലോമീറ്റർ തന്നെ മീറ്റർ കംപ്ലൈന്റ് ആണ്, മാറ്റി വെക്കാന്നുള്ള രീതിയിൽ മേടിച്ച് വെച്ചിരിക്കുകയാണ്. അത് കാണിച്ചിട്ട് മാറ്റി വെക്കാൻ. ഇത് 2017
ബൊലേറോ ZLX ആണ്, ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. ഓണർഷിപ്പ് തേർഡാണ് കേട്ടോ, തേർഡ് ഓണർഷിപ്പാണ്. ഇത് അലോയ്സ് ഇപ്പം 5 അലോയ്സ് ഇപ്പോൾ പുതിയത് വാങ്ങിയതേ ഉള്ളൂ, പുതിയ അലോയ്സാണ് ഇത് ചെയ്തേക്കുന്നത്. സീറ്റ് കവർ പുതിയതാണ്. കിലോമീറ്റർ വന്നിട്ട് 67,000 കിലോമീറ്റർ. കമ്പനി സർവീസുള്ള വണ്ടിയാണത്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല, നല്ല വണ്ടി ഇത്. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. ഈ 5 അലോയ്സ് ഇപ്പം പുതിയതായിട്ട് വാങ്ങിച്ചിട്ടേ ഉള്ളൂ. അത് 52,000 രൂപയുടെ അലോയ്സിന് മാത്രമായിട്ടുണ്ട്. ടോപ്പൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയാണ്, അതൊന്നും കുഴപ്പമില്ല. 67,000 കിലോമീറ്റർ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. കമ്പനി സർവീസ്. ഇത് ഫിനാൻസ് നമുക്കൊരു 6 വരെ ഫിനാൻസ് കിട്ടും. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 6,65. 6 വരെ ഫിനാൻസ് കിട്ടും. ഇത് ക്വാളിറ്റി ഉണ്ട്, വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. മൈലേജ് 15-നകത്ത് മൈലേജ് കിട്ടും. 15-നകത്ത് വണ്ടി കൊള്ളാം, നല്ല വണ്ടി. വോയിസ് മെസ്സേജ് എല്ലാം വരുന്നതാണ്. ZLX ആണ് വണ്ടി, ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. ഇത് 2021 ബ്രസ VXA+ ആണ്. സെക്കൻഡ് ഓണറാണ്. 40,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്. ഒരു 50% ടയറുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇത് പുഷ് സ്റ്റാർട്ട് ബട്ടണും മറ്റേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം വരുന്നതാണ്. ABS, 2 എയർ ബാഗ്. VXA+ ആണത്. അല്ല, റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, കമ്പനി സർവീസുള്ള വണ്ടി. ഓക്കെ. സീറ്റ് കവറായിട്ടൊന്നുമില്ല, നോർമലാണ്. ടയേഴ്സ് കൊള്ളാം. എത്ര ചോദിക്കുന്നത്? ഇത് 7,10. പെട്രോളോ ഡീസലാ? പെട്രോൾ VXA+. ഇത് നമുക്കൊരു 90-95% വരെ ലോണും അവൈലബിൾ ആണത്. 50 രൂപ 60 രൂപ റേഞ്ചിലൊക്കെ ഇത് വണ്ടി ഇറക്കാൻ പറ്റുമോ? ഓക്കെ. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. ബോഡി ബേസിലൊക്കെ ആണെങ്കിലും വലിയ സ്ക്രാച്ചോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, നീറ്റാണ്. ഇത് 2019 സ്വിഫ്റ്റ് VXI. കിലോമീറ്റർ വന്നിട്ട് 38,000 കിലോമീറ്റർ കമ്പനി സർവീസ്. അത് കറക്റ്റ് ജെന്യുവൻ സർവീസുള്ള വണ്ടിയാണത്. ഫസ്റ്റ് ടയർ തന്നെ അല്ലേ? ടയർ ഫസ്റ്റ് ടയറാണ്. അത്യാവശ്യം മാറേണ്ട ലെവലായിട്ടുണ്ട്. വണ്ടിക്കകം നോക്കിയാലും അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. അത്യാവശ്യമല്ല, വണ്ടിക്കകം കൊള്ളാം, നല്ല വൃത്തിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്, മാനുവലാണ്. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. ബോഡി ബേസൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കളർ പോവുകയോ കളർ ഫെയ്ഡോ അങ്ങനെയുള്ളതൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 5,35. 5,35. ഇത് 2017 സെലീറിയോ ഓട്ടോമാറ്റിക് AMT. സിംഗിൾ ഓണറാണ്. 61,000 കിലോമീറ്റർ. ടയേഴ്സ് കൊള്ളാം, നല്ല ടയർ കിടപ്പുണ്ട്. സിംഗിൾ ഓണർ. വണ്ടിക്കകം നോക്കിയാലൊക്കെ വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. സീറ്റ് കവറെല്ലാം പുതിയ സീറ്റ് കവറാണ് ചെയ്തേക്കുന്നത്. കമ്പനി സർവീസുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണറാണിത്. സീറ്റ് കവർ ഒക്കെ ഇട്ട് വണ്ടി വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഗ്ലാസ് മാറിയിട്ട്, ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ട്. ഗ്ലാസ്, ബോണ്ട്, ബമ്പർ അങ്ങനൊന്നും? ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ട്. ഗ്ലാസ് മാത്രം. എത്ര ചോദിക്കുന്നത്? ആക്സിഡൻറ്റിൽ മാറിയതല്ല, അല്ല കല്ലടിച്ച് മാറിയതാണത്. ഓക്കെ. ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ചോദ്യം എത്ര? ചോദ്യം 4 രൂപ. 4 രൂപ. ഇതും ഒരു 50,000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോണ് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. ലോണ് 50,000 ഡൗൺ പേയ്മെൻറ്റിലേക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. ഇത് 2019 ഗ്ലാൻസ G ആണ്, ഓപ്ഷനാണ്. ഇപ്പോൾ സെക്കൻഡ് ഓണറാണ്. കമ്പനി സർവീസ്. കിലോമീറ്റർ 62,000 കിലോമീറ്റർ. ഇത് CVT ആണ്. CVT ആണ്. സീറ്റ് കവറെല്ലാം ഇപ്പോൾ പുതിയതാണ്. കമ്പനി സർവീസുള്ള വണ്ടിയാണ്. 2019 6 മാസം വണ്ടിയാണ്. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നല്ല നീറ്റാണ്. ആ വക കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ബാക്ക് സൈഡ് നോക്കിയാലും നല്ല വൃത്തിയാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ചോദ്യം? എത്ര? 6,35. 6,35. വേറെ സ്ക്രാച്ചായിട്ടൊന്നുമില്ല കേട്ടോ. ബോഡിയൊക്കെ നല്ല നീറ്റാണ്. ആ രീതിയിൽ വണ്ടിക്ക് വേറെ പാകപ്പിഴകളൊന്നും പറയില്ല. ഇത് മൈലേജ് എന്താണ്? മൈലേജ് 15-നകത്ത് മൈലേജ്. CVT ആണ്. മൈലേജ് AMTയുടെ അത്ര മൈലേജ് കിട്ടത്തില്ല CVT. ഇത് 2019 സ്വിഫ്റ്റ് VXI, സെക്കൻഡ് ഓണർ. 60,000 കിലോമീറ്റർ കമ്പനി സർവീസ്. 60,000 കിലോമീറ്റർ. ടയർ അത്യാവശ്യമുണ്ട്. പ്ലെയറൊക്കെ നല്ലോണം എടുത്തേക്കണേ, കൂടി പ്ലെയർ ആയിരിക്കും. മാനുവലാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. 4 പവർ വിൻഡോസ്, അങ്ങനെ എല്ലാം വരുന്നൊരു മോഡൽ. നല്ല സീറ്റ് കവറൊക്കെ ഇട്ട് വണ്ടി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ടയേഴ്സ് കൊള്ളാം, അത്യാവശ്യം ടയേഴ്സ് ആവറേജ് ആണ്. നീറ്റ് ടയറുണ്ട്. എത്ര ചോദ്യം? ഇത് 5,30. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. കറക്റ്റ് സർവീസ്, കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഇത് അഡീഷണൽ ഫിറ്റിംഗ് ആണ്. അഡീഷണൽ ആക്സസറീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. സെറ്റൊക്കെ പ്ലെയറൊക്കെ പോസിറ്റീവ് പ്ലെയറാണ്.
ഓക്കെ, വണ്ടി കാണാൻ കൊള്ളാം. ബോഡി ബേസ് വണ്ടി നല്ല വൃത്തിയാണ്, വേറെ സ്ക്രാച്ചോ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ഇത് 2020 സിയാസ് സിംഗിൾ ഓണർ ഡെൽറ്റ, 76,000 കിലോമീറ്റർ. കിലോമീറ്റർ ജെനുവിൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ, കമ്പനി സർവീസുള്ള വണ്ടി. കമ്പനി സർവീസുള്ള വണ്ടി, മാനുവലാണ്. മാനുവലാണ്. ഇതിലും ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉള്ള മോഡൽ. പെട്രോളാണ്, സിയാസ് പെട്രോളാണ്. മൈലേജ് ഇത് ഹൈബ്രിഡ് ആണ്. എന്നാലും മൈലേജ് എങ്ങനെയായിരിക്കും? 15 മുകളിലുള്ള മൈലേജ് ഉണ്ട്. ഹൈബ്രിഡ് ആണത്. ബാക്ക് AC വെന്റ് വരുന്ന മോഡലാണ്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. നല്ല ടയറാണ് കിടക്കുന്നത്. പുഷ്ടായിട്ട് ഇത് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം വരുന്നതാണ്. എല്ലാം വരുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 640. 640. ബോഡി ബേസൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇത് 2015 ആൾട്ടോ കേട്ടൺ VXI ഓട്ടോമാറ്റിക് ആണ്, AMT ആണ്. സെക്കൻഡ് ഓണർ, 70,000 കിലോമീറ്റർ, കമ്പനി സർവീസ്. ടയേഴ്സ് എല്ലാം നല്ല ടയർ, 80% ടയർ കിടപ്പുണ്ട്. സീറ്റ് കവർ പുതിയ സീറ്റ് കവറാണ് ചെയ്തേക്കുന്നത്. വണ്ടിക്കാകും കൊള്ളാം, നല്ല വൃത്തി. കേട്ടൺ VXI AMT ആണ്, ഓട്ടോമാറ്റിക് ആണ്. ബാക്ക് നോക്കിയാലൊക്കെ നല്ല വൃത്തിയാണ്. ടയർ അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല. ടയർ 80% ടയർ കിടപ്പുണ്ട്. ഇതും ഫിനാൻസ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്കൊരു 80% വരെയൊക്കെ ഫിനാൻസ് അവൈലബിൾ ആണ്. പറയത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇത് റീപ്ലേസ് ഒന്നുമില്ല, തട്ടമുട്ട റീപ്ലേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് വില വന്നിട്ട് 290. അതായത് 2015 സിയാസ് ZDI പ്ലസ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്, 1,19,000 കിലോമീറ്റർ. 1,00,000. ഡീസൽ ZDI പ്ലസ് ആണ്. അപ്പം ടൈമിംഗ് ചെയിനൊക്കെയോ? എല്ലാം മാറിയതാണ്. ടൈമിംഗ് ചെയിനെല്ലാം മാറിയതാണ്. ഇത് പാർക്ക് ആൻഡ് സെയിലാണ്, നമ്മൾ എടുത്ത വണ്ടിയല്ല, പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. വണ്ടി കൊള്ളാം കേട്ടോ, നല്ല വൃത്തിയുണ്ട്. അതിനകത്ത് ബക്കറ്റും ബാഗും ഒക്കെ ഇരിപ്പുണ്ട്, മറന്നു പോയതാന്ന് തോന്നുന്നു. ടയറൊക്കെ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? 5,000 രൂപ. 5,000. പാർക്ക് ആൻഡ് സെയിൽ ഇട്ടേക്കുന്നവർ ഇത്രയും വേണമെന്നുള്ള രീതി? അതെ, പാർക്ക് ആൻഡ് സെയിൽ അവർ കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യുന്ന പൈസ വിലയാണ് 5,000 രൂപ. പിന്നെ ഇത് എന്തെങ്കിലും വ്യത്യാസം വരുമോ? വണ്ടി വില നോക്കി കസ്റ്റമർക്ക് എത്ര രൂപ എടുക്കാൻ പറ്റുന്ന വില പറഞ്ഞാൽ പാർട്ടി സംസാരിച്ച് എടുക്കാൻ പറ്റും. ടയറൊക്കെ കൊള്ളാം കേട്ടോ, നല്ല ടയേഴ്സ് നടക്കുന്നത്. വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. കൊള്ളാം വണ്ടി. പാർക്ക് ആൻഡ് സെയിലാണ്, അത് പാർക്ക് ആൻഡ് സെയിലാണ് വണ്ടി. നമ്മൾ എടുത്ത വണ്ടിയല്ല, പാർക്ക് ആൻഡ് സെയിൽ. 2021 VXI ആണ്, വാഗണർ VXI 1.2 ആണ്. നല്ല ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി, 58,000 കിലോമീറ്റർ. 58. 1.2 ആണ്, 1200 cc ആണ്. ടയർ ആവറേജ് ആണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയർ ആവറേജ് അല്ലേ? ടയർ ആവറേജ് ആണ്. ടയർ നമ്മൾ മാറി കൊടുക്കുക, അത് മാറി കൊടുക്കുക. എത്ര ചോദിക്കുന്നത്? ഇത് 485. 21 VXI ആണ്, 1.2 ആണ്. ഇത് 2015 വാഗണർ സ്ട്രിംഗറാണ്, VXI. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് തേർഡ് ആണിത്. തേർഡ് ഓണർ, 73,000 കിലോമീറ്റർ. ആൻഡ്രോയിഡ് പ്ലെയറും ക്യാമറ എല്ലാ സെറ്റിങ്സും ചെയ്തിട്ടുണ്ട്. 3 ഓണറായി എന്നുള്ളതല്ലേ? ഓണർഷിപ്പ് തേർഡ് 3 ഓണറായെന്നുള്ള വണ്ടി നല്ല വണ്ടിയാണത്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. VXI ആണ്. അത്യാവശ്യം ടയറുണ്ട്. റീപ്ലേസ് ആയിട്ട്? റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ഓരോ കാണാൻ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? 325 വില. 3,25,000 രൂപ. ഇത് 2017 വാഗണർ VXI സിംഗിൾ ഓണർ, 58,000 കിലോമീറ്റർ. ഇത് നല്ല വണ്ടിയാണത്, റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും അത്യാവശ്യം, ബാക്ക് സൈഡ് നോക്കിയാലും നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ ടയേഴ്സ് നോക്കിയാലൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. ഇത് റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ ഉണ്ട്, ഒറ്റ ഓണർ. 2017 സിംഗിൾ ഓണർ വാഗണർ VXI ആണത്. എത്ര ചോദ്യം? ഇത് 370. 370. ഇത് 2014 ഗ്രാൻഡ് ഐട്ടൺ ആസ്ത ഓട്ടോമാറ്റിക് ആണ്, CVT ആണ്. സെക്കൻഡ് ഓണർ, 83,000 കിലോമീറ്റർ. ടയർ തീരാറായല്ലോ? ടയർ ആവറേജ് ആണത്. ഇത് മാറി കൊടുക്കുക? ടയർ ഡീല് നല്ല വിലയൊക്കെ കറക്റ്റ് വരുവാണെങ്കിൽ നമ്മളിവിടെ മാറി കൊടുക്കുക. അത് മാന്യമായ ഒരു സ്റ്റാർട്ട് ബട്ടൺ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. ആസ്തയാണ്, ടോപ്പ് മോഡലാണത്. ടോപ്പ് എൻഡ് ആണത്. എന്തോ ഓടി? 83,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണറാണ്. 83. പെട്രോളാണ്. 01 രജിസ്ട്രേഷൻ ആണ്.
റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം? 3.25 രൂപ. 3.25. 2017 ഇന്നോവ ക്രെസ്റ്റ വി ആണ്. പെട്രോളാണ് എൻജിൻ, ഡീസലല്ല പെട്രോളാണ് കേട്ടോ. എന്ത് ഓടി? കിലോമീറ്റർ വന്നിട്ട് 48,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. ജെനുവൻ കിലോമീറ്റർ ഒക്കെ അല്ലേ? കിലോമീറ്റർ പെട്രോളാണ്, വലിയ ഓട്ടോ ഓടിയിട്ടില്ല. പെട്രോളാണിത്. ഇന്നോവ പെട്രോൾ 2017 സെക്കൻഡ് ഓണർ കേരള വണ്ടിയാണ്. പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്, കാണാൻ വൃത്തിയുണ്ട് നല്ല. ക്രെസ്റ്റ വി ആണത്. എത്ര ചോദിക്കുന്നത്? ഇത് 11 ലക്ഷം രൂപ. 11 പാർക്ക് ആൻഡ് സെയിലാണ്. നമ്മൾ എടുത്ത വണ്ടിയല്ല, ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. കസ്റ്റമർ വിൽക്കാൻ കൊണ്ടിട്ടിരിക്കുന്ന വണ്ടിയാണ്. വില നെഗോഷ്യബിൾ ആണ്. വേറെ അപാകതകൾ പറയാനൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. ടയേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ഇത് വി ആണ്. പെട്രോളാണ്. പെട്രോൾ വേരിയൻറ്റ്. പെട്രോൾ മൈലേജ് എങ്ങനെയായിരിക്കും? ഏതാ മൈലേജ്? മൈലേജ് പെട്രോൾ അല്ലേ? 10 താഴെ മൈലേജ്. ഇന്നോവ ക്രെസ്റ്റയ്ക്ക് 12 ഒക്കെ അല്ലേ കിട്ടത്തുള്ളൂ. ഇത് പെട്രോൾ ആയതുകൊണ്ട് ഒരു 10 താഴെയൊക്കെ നോക്കിയാൽ. ഇത് 2020 CVT ആണ്. MG ഹെക്ടർ അല്ലേ? 76,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. ടയേഴ്സ് അത്യാവശ്യം ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ്. വലിയ വണ്ടി, കാണാൻ നല്ല ഭംഗി. 2020 ഫാൻസി നമ്പർ KL01 രജിസ്ട്രേഷൻ. ബാക്ക് സൈഡൊക്കെ ഇത് പാർക്ക് ആൻഡ് സെയിലാണ്. നമ്മൾ എടുത്ത വണ്ടിയല്ല, പാർക്ക് ആൻഡ് സെയിലാണ്. കസ്റ്റമർ വിൽക്കാനായിട്ട് കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. CVT ആണ്. ഇതിന് മൈലേജ് എന്താണ്? മൈലേജ് 10-12 ഒക്കെ നോക്കിയാൽ ആ റേഞ്ച് നോക്കിയാൽ. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് 11.25 രൂപ. 11.25. അത്യാവശ്യം വണ്ടി കാണാനൊക്കെ നല്ല നീറ്റാണ് കേട്ടോ. വണ്ടി ഇതാണ്. ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, അല്ലാതെ വേറെ എവിടെയും. പെട്രോളാണ്. MG ഹെക്ടർ പെട്രോളാണ്. പെട്രോൾ CVT 2020 മോഡൽ. 2013 എക്കോസ്പോർട്ട് ട്രെൻഡ് പ്ലസ്. സെക്കൻഡ് ഓണർ. 1,12,000 കിലോമീറ്റർ. കാര്യങ്ങളൊക്കെ നോക്കിയോ? അലോയ്സൊക്കെ എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. അല്ല, ടൈമിംഗ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മാറി. ടൈം ബെൽറ്റ് എല്ലാം മാറിയതാണ്. 1,12,000 കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടിയായിരുന്നു. ഇപ്പം പുറത്താണ് ചെയ്യുന്നത്. ഈ 1 ലക്ഷം വരെ സർവീസ് ഉണ്ടോ? 1 ലക്ഷം വരെ സർവീസ് ഉണ്ടോ? 1 ലക്ഷം. ടൈം ബെൽറ്റ് എല്ലാം മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ട്. കമ്പനി സർവീസ് അല്ല. കമ്പനി സർവീസ്. കമ്പനി 80,000 കിലോമീറ്റർ വരെ കമ്പനി സർവീസാണ്. അത് കഴിഞ്ഞ് അതിനുശേഷം പുറത്താണ് ചെയ്തേക്കുന്നത്. വണ്ടി കൊള്ളാം, നല്ല നീറ്റ്. എത്ര ചോദിക്കുന്നത്? ഇത് 3.25 രൂപ. 3.75. 3,75,000. 2013 ട്രെൻഡ് പ്ലസ്. എക്സ്ട്രാ അലോയ്സ് 5 അലോയ്സ് എല്ലാം വരുന്നുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. അലോയ്സ് അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. വലിയ പെയിൻറ്റിങ് വർക്കുകളൊന്നും കാണുന്നില്ല. പിന്നെ റീപ്ലേസ് ഒന്നുമില്ല. ടയേഴ്സും അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. ആ രീതിയിൽ വണ്ടി കൊള്ളാം. ഇത് 2011 ഡിസയർ VDI സെക്കൻഡ് ഓണർ. 1,80,000 കിലോമീറ്റർ. വീണ്ടും എക്സ്ട്രാ അലോയ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ലൈറ്റിംഗ് പരിപാടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ ആൻഡ്രോയിഡ് ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ചെറുതാണ്. ഇത് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. വണ്ടിക്ക് കൊള്ളാം. വൃത്തിയിടൊന്നും കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ്. 1,80,000 കിലോമീറ്റർ. ടൈം ബെൽറ്റ് എല്ലാം ഇപ്പം മാറിയതേ ഉള്ളൂ. വീണ്ടും ഇപ്പം 1,80,000 ടൈം ബെൽറ്റ് എല്ലാം ഇപ്പം മാറിയതേ ഉള്ളൂ. മാറി. ക്ലച്ച് മാറി. പുതിയ ക്ലച്ച്. ഓക്കെ. ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. സെക്കൻഡ് ഓണറാണ് വണ്ടി. ഇത് വന്നതേ ഉള്ളൂ, ഒന്നും ചെയ്തില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 2.15. പുതിയ ക്ലച്ച്. ടൈം ബെൽറ്റ് ഇപ്പം മാറിയതേ ഉള്ളൂ. മാറിയിട്ട് ഒരു 5,000 കിലോമീറ്റർ ഓടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ആ വക സാധനങ്ങളെല്ലാം പുതിയതാണ് കിടക്കുന്നത്. അലോയ്സ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇനി നന്നാക്കാനും മാറ്റാനും നിൽക്കണ്ട. 2010 ക്രൂസ് LT ആണ്. ഡീസൽ. ടച്ച് ആൻഡ് പോളിഷ് പരിപാടി നടക്കുന്നുണ്ട്. അതെ. ചെറിയ പെയിൻറ്റിങ്ങിന് വർക്കുണ്ട്. അതിനായിട്ട് വണ്ടി കയറ്റിയിരിക്കുക. അത് വണ്ടി വൃത്തിയാക്കി നീറ്റാക്കി നമ്മൾ കൊടുക്കത്തുള്ളത്. ചെറിയ വർക്കുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ ചെറിയ വർക്കുണ്ട്. അതെ. അത് വൃത്തിയാക്കി നീറ്റാക്കി പെയിൻറ്റിങ് എല്ലാം ചെയ്ത് പോളിഷ് എല്ലാം ചെയ്ത് വൃത്തിയാക്കി നമ്മൾ കൊടുക്കും. ആൻഡ്രോയിഡ് പ്ലെയറും മാനുവലാണ്. LT ആണ്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ കൊള്ളാം. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. സീറ്റ് കവറൊന്നും ചെയ്തിട്ടില്ല. ടയേഴ്സ് ഓക്കെ. എത്ര ചോദിക്കുന്നത്? 1,13,000 കിലോമീറ്റർ. ചോദ്യം എത്ര? ചോദ്യം 1.80. 1,80,000 രൂപ.
വില വന്നിട്ട് 1,80,000. ടച്ച് ആൻഡ് പോളിഷ് ഉണ്ടെന്നുള്ളതല്ലാതെ റീപ്ലേസ് ഒന്നുമില്ല. ചെറിയ പെയിൻറ്റിങ്ങിന് ചെറിയ വർക്ക് ഉണ്ടെന്നുള്ളൂ. അതെല്ലാം ചെയ്ത് വൃത്തിയാക്കി കൊടുക്കും. അതിനുവേണ്ടി നമ്മൾ ഇട്ടിരിക്കുകയാണ്, പെയിൻറ്റ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുകയാണ്. അത് വർക്ക് എടുത്തിട്ടേക്കും അല്ലേ? വർക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടിരിക്കുകയാണ്. ചെയ്ത് പെയിൻറ്റെല്ലാം ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി നീറ്റാക്കി നമ്മൾ കൊടുക്കും. ഏത് വർഷമായിരുന്നു? 2010. 2030 വരെ പേപ്പറുണ്ട്. 5 വർഷത്തെ പേപ്പറുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. 5 വർഷത്തെ പേപ്പറുണ്ട്. റീടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. 2030 വരെ പേപ്പറുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോയുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാത്തരം പ്രേക്ഷകർക്ക് എടുക്കാൻ കൊള്ളാവുന്ന നല്ല മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഉതകുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ